ഗൈസ്, താങ്ങിയും തൂങ്ങിയും അടുക്കളയിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എന്റെ ഉദ്ദേശം ഒന്ന് മാത്രം. കാന മൃഷ്ടാനം ചോറും കറിയും അടുക്കളയിൽ ഉണ്ടെങ്കിലും അഹങ്കാരം മൂർത്താവിൽ കൊടികെട്ടി പാർക്കുന്ന ആമാശയം പറഞ്ഞു, എന്തിനേലും സ്പെഷ്യൽ ഉണ്ടാക്കിയതാ ചേച്ചിയെ. എന്നാ പിന്നെ സ്വല്പം പൊട്ടറ്റോ എഗ് റൈസ് ഉണ്ടാക്കിയാലോ എന്ന് ഞാനും കരുതി. ആരുടെ ഭാഗത്തു നിന്നും അനുകൂലമായ ഒരു മറുപടി വന്നില്ല. അതൊന്നും ഗവനിക്കാതെ ഞാൻ പൊട്ടറ്റോ കുനുകുന അരിഞ്ഞ് മഞ്ഞപ്പൊടി, മുളകുപൊടി, മസാലപ്പൊടി ഒപ്പം ഉപ്പിട്ട് പൊട്ടറ്റോ ഫ്രൈ ചെയ്തെടുത്തു. ശേഷം 2 മുട്ട പൊട്ടിച്ച് കിണ്ടോട് കിണ്ടി കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസിന് വേണ്ടിയുള്ള മസാല തയ്യാറാക്കാം. കമോൺ. എണ്ണയിൽ വെളുത്തുള്ളി വഴട്ടി, സവാള വഴട്ടി, തക്കാളിയും വഴട്ടാം. പൊട്ടറ്റോ ഫ്രൈ ചെയ്യാൻ എടുത്തതിന് കുറച്ച് എണ്ണ ഞാൻ മാറ്റിയിട്ടുണ്ട്. അതാണ് ഈ ചുമല കളർ. വഴളേണ്ടതെല്ലാം തകൃതിയിൽ വഴണ്ട് കഴിഞ്ഞാൽ കുറച്ച് കായപ്പൊടിയും മുളക് പൊടിയും ഇട്ട് വീണ്ടും വഴട്ടാം. ശേഷം സ്വല്പം ചോറും വറുത്തു കോരി വെച്ചിരിക്കുന്ന സാമഗ്രികളും ഇട്ട് ഇളക്കോട് ഇളക്ക്. അലങ്കോല പണിക്കായിട്ട് മല്ലിയിലയും കൂടെ വാരി വിതറിയാൽ സംഗതി റെഡി. ഇത് കറിയൊന്നും ഇല്ലാതെ തിന്നാനും സൂപ്പറാണ്. എന്നാ അഹങ്കാരത്തിന് കൈയും കാലം വെച്ച് നടക്കുന്ന ഞാൻ ഇനി പോലെ സലാഡ് ഉണ്ടാക്കി പപ്പടം പൊരിച്ചു. തള്ളി മറിക്കുവാണെന്ന് കരുതുക ഗൈസ്. സംഭവം സെറ്റപ്പ് സാധനമായിരുന്നു. കുഞ്ഞുമക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിട്ടാ അയ്യമാ എന്നവർ പറയും. ഞാൻ ഇത് ഉണ്ടാക്കുമ്പോൾ വലിയ പ്രോത്സാഹനം ചെയ്യാത്തവരൊക്കെ മാക്കനെ തിന്ന് പ്ലേറ്റ് നക്കിയാണ് എണീറ്റത്. അപ്പൊ ട്രൈ ചെയ്ത് നോക്കണേ. ബൈ ബൈ.